ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. വിറകടുപ്പിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ആദ്യമായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് നന്നായി ഞരടി യോജിപ്പിച്ച് എടുക്കാം. കയ്യിൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇളക്കിയാൽ എല്ലാ ഭാഗവും എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി തിരുമ്മി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു അടുപ്പിലേക്ക് വെക്കാം. ഇന്ന് വിറകടുപ്പിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ലവണ്ണം ഇളക്കി ഇത് മൂടി വെച്ച് ഏകദേശം അരമണിക്കൂർ ചെറുതീയിൽ ആണ് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി വെള്ളം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം കുറവ് വരികയാണെങ്കിൽ കുറേശ്ശെ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. ഏത് വിഭവങ്ങൾ, നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട, പുട്ട്, അങ്ങനെ ഏത് വിഭവങ്ങളിൽ കൂടെയും നമുക്കിത് വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനായി വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി ഏകദേശം ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം.
വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.